CPM നേതാവ് KJ ഷൈനെതിരായ സൈബർ ആക്രമണത്തിൽ പോലീസ് കേസെടുത്തു. പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ KM ഷാജഹാന്റെ യൂട്യൂബ് ചാനൽ, വെബ് പോർട്ടലുകൾ എന്നിവയെ പ്രതിയാക്കിയാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത്. കുപ്രചാരണങ്ങളെ ചൊല്ലി CPM കോൺഗ്രസ് പോരുമുറുകുകയാണ്. സ്ത്രീത്വത്തെ അപമാനിച്ചതിനും IT വകുപ്പുകൾ പ്രകാരവുമാണ് കേസ്. പറവൂരിലെ കോൺഗ്രസ് പ്രാദേശിക നേതാവ് ഗോപാലകൃഷ്ണൻ, കോൺഗ്രസ് നേതാവ് ജിൻഡോ ജോൺ, KM ഷാജഹാന്റെ പ്രതിപക്ഷം യൂട്യൂബ് ചാനൽ ഉൾപ്പെടെ ചില ഓൺലൈൻ പോർട്ടലുകൾക്കെതിരെയാണ് KJ ഷൈനിന്റെ പരാതി. നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് KN ഉണ്ണികൃഷ്ണൻ MLA പറഞ്ഞു. അന്വേഷണത്തിന് മുന്നോടിയായി ഷൈൻ ടീച്ചറുടെ മൊഴി സൈബർ പോലീസ് രേഖപ്പെടുത്തി. മുഖമുള്ളവർക്ക് നമുക്കുണ്ടല്ലോ, അപ്പോൾ അവരെ ചോദ്യം ചെയ്താലും അന്വേഷിച്ചാലും അത് പോലീസിനറിയാലോ, അപ്പോൾ കിട്ടും. അപ്പോൾ മുഖമില്ലാത്തവരെയൊക്കെ പിടിക്കാനുള്ള മാർഗം കേരള പോലീസിന് പ്രത്യേകിച്ചുണ്ട്. അപവാദ പ്രചാരണത്തെ ചൊല്ലി CPM കോൺഗ്രസ് രാഷ്ട്രീയ പോര് മുറുകുകയാണ്. പ്രചരണത്തിന് പിന്നിൽ CPM ആണെന്നും എന്തിനാണ് തന്റെ നെഞ്ചത്ത് കയറുന്നതെന്നുമായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ചോദ്യം. ഇതുപോലത്തെ ഏത് കേസ് ഉണ്ടായാലും എന്റെ നെഞ്ചത്തോട്ട് കയറുന്ന എന്തിനാ? ആരെവിടെ ഈ കേസ്, ഇങ്ങനത്തെ കേസ് ഉണ്ടായാലും പ്രതിപക്ഷ നേതാവിന്റെ എന്റെ വീട്ടിലേക്ക് മാർച്ച് ഞാൻ എന്ത് ചെയ്തിട്ടാണ്? ഇതെങ്ങനെയാണ് ആദ്യം പുറത്തു വന്നതെന്ന് CPM അന്വേഷിക്കട്ടെ. പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ബോംബ് ഇതുപോലെ ഒന്നാണെന്ന് കരുതിയില്ലെന്നും പാർട്ടിയിൽ ആഭ്യന്തര പ്രശ്നമില്ലെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പ്രതികരിച്ചു. CPIMന്റെ ഒരാഭ്യന്തര പ്രശ്നത്തിലില്ല. VD സതീശൻ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതൃനിരയിലുള്ളവർ ആസൂത്രിതമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത്തരം ചെയ്തികളെ തുറന്നെതിർക്കപ്പെടുന്നു എന്ന് വരുമ്പോഴാണ് ഇത്തരം തടി തപ്പുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നത്. VD സതീശനാണല്ലോ പറഞ്ഞത് ഞാൻ വലിയൊരു ബോംബ് കൊണ്ടുവരാൻ പോവാണെന്ന്. അപ്പോൾ അവരെല്ലാം കരുതി വെച്ച ബോംബ് ഇമാതിരി ബോംബാണെന്നുള്ള ജീർണമായ സാഹചര്യത്തെ പറ്റി ഞാൻ പറഞ്ഞത്. CPM കോൺഗ്രസ് ജില്ലാ നേതൃത്വവും യുവജന സംഘടനകളും വിഷയത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുകയാണ്. മീഡിയ 1 കൊച്ചി.